ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കവിവാക്യം ആദ്യം ഇവിടെ ആലപിക്കുകയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളെ എന്നാണ് കവിവാക്യം. അപ്പോൾ അങ്ങനെ ചോര തിളച്ചിട്ട് ഹൈറിച്ച് കമ്പനിയുടെ പേരിൽ ഒരു വ്യാജ ആരോപണം ഉണ്ടാക്കുകയാണ്. ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ച നമ്മുടെ ഹൈറിച്ച് കമ്പനി അതിനെതിരെ ഒരു വ്യാജ പരാതി, ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇന്നീ കാണുന്ന നിലയിലാണ് അതിനെ കൊണ്ടെത്തിച്ചേർക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതി ഹൈറിച്ചിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ. ആ കേസാണ് ഇപ്പോൾ 12-ാം തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ലീഡേഴ്സ്, അതല്ലെങ്കിൽ സാധാരണ മെമ്പർമാർ, അവർക്ക് ഒരു ധാരണ വരികയാണ്, ഈ 9-ാം തീയതി വിധി പറയേണ്ട ഒരു കേസ് 12-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചത് എന്താ, ഇതെന്തെങ്കിലും ഒരു ആസൂത്രിതമായ പദ്ധതിയാണോ എന്നൊക്കെ സംശയിച്ച് പോവുകയാണ്. അപ്പോൾ സൗഹൃദ മീഡിയയും അത്തരുണത്തിലൊരു അന്വേഷണം നടത്തുന്നുണ്ടായി. അപ്പോൾ അത് ആരുമായും സംഘം ചേർന്ന് സഹകരിച്ച് ഒരു വ്യാജ രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. കോടതി നടപടികൾക്ക് ഒരു ക്രമമില്ലേ? അപ്പോൾ കോടതി ക്രമം അതുപോലെ തന്നെ നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു കേസ് മാത്രമല്ലല്ലോ കോടതിയിൽ വാദിക്കുന്നത്. നമ്മൾ ഹൈറിച്ച് കമ്പനിയുടെ ഒരു കേസ് മാത്രമാണോ കോടതിയിൽ ഉണ്ടാവുക? അല്ല, മറ്റ് പല കേസുകളും ഉണ്ടാവില്ലേ? പല ബെഞ്ചിലൊക്കെ അല്ലേ കേസുകൾ വരിക. അപ്പോൾ ഇനി നമുക്ക് 12-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. പിന്നെ പല രീതിയിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇതിങ്ങനെ തുടക്കത്തിൽ തന്നെ നീട്ടി കൊണ്ടുപോവുകയാണ്. അത് ജനങ്ങൾ ഇക്കാര്യം മറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യാജമായൊരു കമ്പനിയാണെങ്കിൽ നമ്മളിൽ നിന്നും പൈസ സമാഹരിച്ചിട്ടല്ലേ കേസ് നടത്തുന്നത്. അപ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടായിട്ടല്ലേ അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിതമാക്കുന്നത്. അതുമല്ലെങ്കിൽ നമ്മളത് കൊടുക്കാൻ പിന്നെ മനസ്സ് കാണിക്കുന്നത് ഇതിൽ സത്യം ഉണ്ടായിട്ടല്ലേ. നമ്മൾക്ക് ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ വരെ ഹൈറിച്ചിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ, മറ്റ് പല ആളുകളും പോലെ നമ്മളും അതിലേക്ക് വീണ്ടും പൈസ കൊടുത്തിട്ടല്ലേ ഈ കേസൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സത്യസന്ധത ഹൈറിച്ച് കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. ആ സത്യം നമുക്ക് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ എന്ത് വേണം? കോടതിയുടെ ഒരു നല്ലൊരു വിധി നമുക്കുണ്ടാവണം. അപ്പോൾ ആ വിധിക്ക് നമ്മൾ എന്ത് ചെയ്യാം? കാത്തിരിക്കാം. മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ പക്ഷത്തില്ല. നമ്മൾ നീതിപീഠത്തിനെ കുറ്റം പറഞ്ഞിട്ടോ വക്കീലന്മാരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ കാത്തിരിക്കുക. പല ആളുകളും പറയുന്നുണ്ട് ഇത് വ്യാജാണ്, ഇത് തട്ടിപ്പാണ്, ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇതിങ്ങനെ ഇല്ലാതെ പോവും, ഇത് നമ്മൾ മറന്നു പോവും. 1 രൂപ അനാദിയായി നമ്മുടെ അടുത്ത് നിന്ന് ചിലവഴിച്ചാൽ നമുക്കത് മറക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളില്ലേ, അവരൊക്കെ ഇത് എങ്ങനെ മറക്കും? എങ്ങനെ മറക്കാൻ കഴിയും? സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസം പോലും ഈ ഹൈറിച്ച് കമ്പനിയിൽ നിന്ന് ഓർക്കാതെ ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ആരേനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കേരളമാണ്. കേരളം എന്തിനും വളക്കൂറുള്ള മണ്ണാണ്. അതുപോലെ തന്നെ എന്തിനും ഇല്ലായ്മ ചെയ്യാനും മുൻപന്തിയിൽ കേരളമുണ്ട്. ഒരു കേരളീയൻ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്ത്രവും കുതന്ത്രവും ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാക്കും. അതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രമായിട്ട് ഈ ഹൈറിച്ച് കമ്പനിയോടുള്ള ഈ ക്രൂരത അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ തന്നെ കാണാനാണ് സൗഹൃദ മീഡിയയ്ക്കും ആഗ്രഹം. ഇനിയും മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.